പ്രിയപ്പെട്ട കൂട്ടുകാരെ, +2 സുവോളജിയുടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും സാധ്യതാ ചോദ്യങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന വീഡിയോ ആണിത്. 1 മാർക്കിന്റെ ചോദ്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പെട്ടെന്ന് പഠിച്ച് തീർത്ത് ആ മാർക്കുകൾ എളുപ്പം വാങ്ങാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്ന് 1 മാർക്കിന്റെ എല്ലാ ചോദ്യങ്ങളുടെ മാർക്കും നിങ്ങൾ വാങ്ങിയിരിക്കണം. പിന്നൊരു കാര്യം കൂടെ, 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ഒക്കെ ചോദ്യങ്ങളുടെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, അതേപോലെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. അപ്പം നേരെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 1 മാർക്കിന്റെ ചോദ്യങ്ങളിൽ സാധാരണ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എക്സ്പാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം നമുക്ക് സാധാരണ കിട്ടാറുണ്ട്. അപ്പം അത് നിങ്ങൾ മാർക്ക് കളയരുത്. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം പോസിബിലിറ്റി ഉള്ള സംഭവങ്ങളൊന്ന് നോക്കാം. ഒറ്റയടിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചങ്ങ് പോണേ. 1, IUD ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, മറന്നുപോരുത് ഇതൊന്നും. അതേപോലെ STI സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്, STD സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആണ്. STP ഉണ്ട്, മാറിപ്പോകരുത്. STP ഉണ്ട്. STP എന്താണ്? സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. റെഡിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുതേ. ഇനി സിഫ്റ്റ് ഉണ്ട്, സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇവിടെ നിന്നാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ നമ്മൾ കാണാറുള്ളത്. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നും മോളിക്കുലാർ ബേസിസ് എന്നുമാണ് ഇത് പൊതുവെ കാണാറുള്ളത്. അങ്ങനെ ഏത് പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഗിഫ്റ്റ്, ഗ്യാമിറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ICSI ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. IUT ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ. ഇതേപോലെ തന്നെ മോളിക്കുലാർ ബേസിസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാനുണ്ട്. HGP ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. UTR അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ്. VNTR വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. ഇതൊന്നും മറക്കരുത്. പല രീതിയിൽ ഇതല്ലാതെയും ചോദ്യങ്ങൾക്ക് സാധ്യത ഉള്ളതാണ്. BAC ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം. YAC ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം. ഇതിൽ ഏതെങ്കിലുമൊക്കെ കിട്ടിയ പൊളിച്ച്. ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പാൻഷനിൽ കാണുന്നത്. അതേപോലെ വേറൊരു സംഭവമാണ് IPM ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ്. ഇതൊക്കെ ടെക്സ്റ്റിൽ ഉള്ളതാണ്. ഇതേപോലെ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് താഴെ കമന്റ് ആയിട്ട് ആഡ് ചെയ്യാം. ഒരുപാട് സന്തോഷം. ഇനി മറ്റൊരു ചോദ്യമാണ് ഐഡന്റിഫൈ ദി സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ കൊടുക്കും. ഈ ഒരു സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ബ്ലാസ്റ്റോസിസ്റ്റ് ആണ്. ചിലപ്പോൾ അത് ഏത് സ്റ്റേജ് ആണെന്നൊക്കെ ചോദിക്കാം. ഇംപ്ലാന്റേഷൻ നടത്തുന്ന സ്റ്റേജ് ആണ് ഏത്? ബ്ലാസ്റ്റോസിസ്റ്റ്. ഇനി ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള പാർട്ട് എയും ബിയും എന്താണെന്നൊക്കെ ചോദിക്കാം. അതൊക്കെ കറക്റ്റ് ആയിട്ട് പാർട്ട് എ എന്താണ്, പാർട്ട് ബി എന്താണ്, അതായത് ഒന്ന് ഇന്നർ സെൽ മാസ് ആണ്, മറ്റത് എന്താണ്? ട്രോഫോബ്ലാസ്റ്റ് ആണ്. ആ രീതിയിൽ പിക്ചർ തന്നിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ചോദ്യങ്ങൾ തരാം. ഇതേപോലെ പിക്ചർ തന്നുകൊണ്ട് സ്പേമിൽ ഏതെങ്കിലും 1-2 ഭാഗങ്ങൾ അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനി ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ കൂടെ ആൻസർ പറഞ്ഞു പോണേ. നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടാവും, അറിയാത്തതുണ്ടാവും, എല്ലാം പറഞ്ഞ് പോകണേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി മോസ്റ്റ് കോമൺ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ ഹ്യൂമൻസ്? ഹ്യൂമൻ ബീയിങ്സിൽ ഫെർട്ടിലൈസേഷന്റെ സൈറ്റ് ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം ആംപ്യുള്ള ആണത്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സൈറ്റ് ആംപ്യുള്ളയാണ്. വേറെയും ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരാം. ഇനി അടുത്ത ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് നോൺ മെഡിക്കേറ്റഡ് IUD. നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള IUDയുടെ എക്സാമ്പിൾ ഏതാണ് എന്നാണ്. നോൺ മെഡിക്കേറ്റഡ് IUD ലിപ്സ് ലൂപ്പാണ്, മറക്കരുതേ. ഇതിൽ കോപ്പർ റിലീസിങ് IUD ഉണ്ട്, അതേപോലെ തന്നെ ഹോർമോൺ റിലീസിങ് IUD ഉണ്ട്. ഓരോന്നിന്റെ പേരുകളും പഠിച്ചു വെച്ചേക്കണം. അത് ചിലപ്പോൾ ചോദ്യമായിട്ട് വരാം. ഇതൊക്കെ ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യന്, ഹൂ പ്രപ്പോസ്ഡ് ദ തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ? ആരാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് എന്നാണ്. ഒപ്പാരിനും ഹാൽഡേനുമാണ് കെമിക്കൽ എവല്യൂഷൻ തിയറി പ്രപ്പോസ് ചെയ്തത്. ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്തത് മില്ലറാണ്. യൂറേ മില്ലർ എക്സ്പെരിമെന്റ് എന്നൊക്കെയാണ് പറയുക. നമുക്ക് മില്ലേഴ്സ് എക്സ്പെരിമെന്റ് എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഓരോ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ചോദ്യം വരും. ഉദാഹരണത്തിന് നാച്ചുറൽ സെലക്ഷൻ തിയറി ആരാണ്? ചാൾസ് ഡാർവിൻ ആണ്. അതേപോലെ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടേഴ്സ് ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആരാണ് പ്രപ്പോസ് ചെയ്തതെന്നുള്ളത് കമന്റ് ആയിട്ട് താഴെ എഴുതിയേക്കണേ. ഇനി ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എ കോൺട്രാസെപ്റ്റീവ് പിൽ ഡെവലപ്ഡ് ബൈ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, CDRI. ഇത് പല രീതിയിൽ ചോദ്യം വരാം, മനഃപൂർവ്വം ഉൾപ്പെടുത്തിയാണ്. അപ്പോൾ വൺസ് ഇൻ എ വീക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ്
നോൺ സ്റ്റീറോയിഡൽ ആണ്, വൺസ് ഇൻ എ വീക്ക് ആണ്, വെരി ലിറ്റിൽ സൈഡ് എഫക്ട്സ് ആണ്. അങ്ങനെ CDRA ഡെവലപ്പ് ചെയ്ത ആ ടാബ്ലറ്റിന്റെ പേരാണ് എന്ത്? സഹേലി. ഇത് 2 മാർക്കിന്റെ ചോദ്യമായിട്ടൊക്കെ വരാൻ സാധ്യത ഉള്ളതാണ്, മറക്കരുത്. CDRA ഡെവലപ്പ് ചെയ്ത പില്ലിന്റെ പേര് സഹേലി എന്നാണ്. ഇനി അടുത്തത് മെൻഷൻ ദി ഫങ്ഷൻ ഓഫ് സ്റ്റാറ്റിൻസ് എന്നാണ്. മൈക്രോബ്സ് എന്നാണ് ക്വസ്റ്റ്യന്. സ്റ്റാറ്റിൻസ് എന്താണ്? ബ്ലഡ് കൊളസ്റ്റിറോൾ ലോവറിംഗ് ഏജന്റ് ആണ്. ഓർക്കുക, സ്റ്റാറ്റിൻസ് എന്താണ്? ബ്ലഡ് കൊളസ്റ്റിറോൾ ലോവറിംഗ് ഏജന്റ് ആണ്. ഇതേപോലെ സൈക്ലോസ്പോറിൻ എ ഉണ്ട്, ഇമ്മ്യൂണോ സപ്രസർ ഡ്രഗ് ആണ്. ഇതേപോലെ സ്ട്രെപ്റ്റോകൈനേസ് ഉണ്ട്, അത് ക്ലോട്ട് ബസ്റ്റർ ആണ്. ആ ഭാഗം പഠിക്കാതെ എക്സാമിന് പോകരുത്. 2 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒക്കെ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ഹോർമോൺ വിച്ച് ട്രിഗേഴ്സ് ഓവുലേഷൻ എന്നാണ്. ഓവുലേഷനെ ട്രിഗർ ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ്. ഓവുലേറ്ററി ഹോർമോൺ ഏതാണെന്ന് നമുക്കറിയാം. ഗ്രാഫിയം ഫോളിക്കിളിനെ പൊട്ടിച്ച് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്ന ആ ഹോർമോണിന്റെ പേരല്ലേ ല്യൂട്ടിനൈസിങ് ഹോർമോൺ, LH എന്നല്ലേ വിളിക്കുക. ഓക്കെ, ഇനി അടുത്തത് നെയിം എ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്. ഏതെങ്കിലും ഒരു നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എഴുതാനാണ് പറയുന്നത്. നമ്മൾക്കറിയാം പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, അതേപോലെ കോയിറ്റസ് ഇൻറപ്റ്റസ്, ലാക്ടേഷണൽ എമനൂറിയ. ഇതൊക്കെ എന്താന്നുള്ളത് കറക്റ്റായിട്ട് അതിന്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, മറക്കരുത്. ഇനി അടുത്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഹൂ പ്രപ്പോസ്ഡ് ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് DNA? അതാരാണ്? വാട്സണും ക്രിക്കുമാണ് കേട്ടോ. ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കുമാണ്. അതിലുള്ള സയന്റിസ്റ്റിന്റെ ബേസിൽ ഒരു ചോദ്യം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അൺവൈൻഡിങ് ഓഫ് DNA ഹെലിക്സ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ ഈസ് എന്നാണ്. റെപ്ലിക്കേഷന്റെ സമയത്ത് DNAയുടെ അൺവൈൻഡിങ് നടത്തുന്നത് ആരാണ് എന്നാണ്. അതാരാണ്? ഹെലിക്കേസ് ആണ്. ഹെലിക്സിനെ അൺവൈൻഡ് ചെയ്യുന്ന ആള് ഹെലിക്കേസ് എന്ന് സിംപ്ലി ഓർത്തു വെച്ചാൽ മതി. എന്നാൽ ഈ ചോദ്യം ഇച്ചിരി ഒന്ന് ബുദ്ധിമുട്ടിക്കണം എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ എങ്ങനെ വരാം? അൺവൈൻഡിങ് ഓഫ് DNA ഹെലിക്സ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷനീസ് എന്നാണെങ്കിൽ അത് ഹെലിക്കേസ് അല്ല, ശ്രദ്ധിക്കണം. അപ്പൊ ഹെലിക്കേസ് അല്ല, അത് RNA പോളിമറേസ് ആണ്, മറക്കരുത്. ഇനി അടുത്തത്, വിച്ച് ആന്റിബോഡി ഈസ് ഇൻവോൾവ് ഇൻ അലർജിക് റിയാക്ഷൻസ്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആന്റിബോഡി ഈസ് ഇൻവോൾവ് ഇൻ അലർജിക് റിയാക്ഷൻ? അലർജിക് റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് ആരാണ്? IgE ആണ്. അതേപോലെ കൊളോസ്ട്രത്തിൽ പ്രസന്റ് ആയ ആന്റിബോഡി ആരാണ് എന്നുള്ള ചോദ്യം വരും. ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, IgA ആണ്. ഇനി ഇതേപോലെ വേറൊരു ചോദ്യം കൂടി വരാം. ചോദ്യം എങ്ങനെയായിരിക്കും? കൊളോസ്ട്രം പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റിയാണ്? അത് ഏത് ടൈപ്പ് ഇമ്മ്യൂണിറ്റിയാണ്? നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. അത് പാസീവ് ഇമ്മ്യൂണിറ്റിയാണ്. നാച്ചുറലി അമ്മ കുട്ടിക്ക് കൊടുക്കുന്ന റെഡിമെയ്ഡ് ആന്റിബോഡി ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അതിനെ നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, നെയിം ദി മൈക്രോബ് യൂസ്ഡ് ഫോർ കേർഡ് പ്രൊഡക്ഷൻ. എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കേർഡ് പ്രൊഡക്ഷനിൽ ആരാണ് നമ്മളെ കേർഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത്? ലാക്ടോ ബാസില്ലസ് ആണ്. ഇതേപോലെ ആൽക്കഹോൾ ഉണ്ടാക്കുന്നതിൽ, എഥനോൾ നിർമ്മിക്കുന്നതിൽ സക്കാരോമൈസസ് സെർവൈസിയെ മറക്കരുത്. അതേപോലെ നമ്മുടെ ആന്റിബയോട്ടിക് പ്രൊഡക്ഷനിൽ പെനിസിലിയം നൊട്ടേറ്റവും മറക്കരുത് കേട്ടോ. അത് ഫംഗസ് ആണോ ബാക്ടീരിയ ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിച്ചിട്ട് പോകണം. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ 20 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതേ ചാനലിൽ തന്നെ യൂട്യൂബിലുണ്ട്. പല ചാപ്റ്ററുകളും ഇതിൻ്റെ അകത്തുണ്ട്, ഒന്ന് കണ്ടിട്ട് പോയാൽ എളുപ്പമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദി ഹോർമോൺ വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ഡ്യൂറിങ് പ്രഗ്നൻസി. ഓർക്കുക, പ്രഗ്നൻസി ടൈമിൽ മാത്രമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സാധ്യത കൂടുതലുള്ളത് നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിനും അതേപോലെ തന്നെ റിലാക്സിനുമാണ്. ഇത് രണ്ടുമാണ് പ്രഗ്നൻസി പീരീഡിൽ മാത്രമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ റിലാക്സിൻ യൂഷ്വലി ഡ്യൂറിങ് ദി ടൈം ഓഫ് പാർച്ചുറേഷൻ ആണ്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് പ്രകാരം നമുക്ക് ആരൊക്കെയാണ്? HCGയും റിലാക്സിനും ആണ് കേട്ടോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്തിൻ 72 ഹവേഴ്സ് ഓഫ് കോയിറ്റസ് ആണ് കേട്ടോ. 72 മണിക്കൂറിനുള്ളിൽ, മീറ്റിംഗ് നടന്ന 72 മണിക്കൂറിനുള്ളിലാണ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് യൂസ് ചെയ്യേണ്ടത്. ഫെർട്ടിലൈസേഷൻ അല്ല, വിത്തിൻ 72 ഹവേഴ്സ് ഓഫ് കോയിറ്റസ്. ആ ടേം മറക്കരുത്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ ടൈഫോയിഡ് ആണ്. ടൈഫോയിഡിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതാണ്? വൈഡാൽ ടെസ്റ്റ് ആണ്. ഇതൊന്നും മറന്ന് എക്സാം എഴുതാൻ പോരുത്. ടൈഫോയിഡ് മേരിയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ ടൈഫോയിഡ് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റ് വൈഡാൽ ടെസ്റ്റ് ആണ്. ഇതേപോലെ എയ്ഡ്സിന്റെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഏതാണ്? എലിസയാണ്. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ ആണ് ഫുൾ നെയിം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫുള്ള് ചോദിച്ചേക്കാം. ഇനി അടുത്തത്, ഡൗൺ സിൻഡ്രോം ഈസ് കോസ്ഡ് ഡ്യൂ ടു എൻ എക്സ്ട്രാ എന്നാണ്. എക്സ്ട്രാ ഡേഷ് എന്നാണ് ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേതാണ്? ക്രോമസോം 21 ആണ്. ക്രോമസോം 21 കൂടുതലായിട്ട് വരുമ്പോഴാണ് ഏത് അസുഖം ഉണ്ടാവുന്നത്? ഡൗൺ സിൻഡ്രോം
ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഡാഷ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഓഫ് സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ എന്നാണ്. സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ഏറ്റവും കൂടുതൽ കാരണമാവുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓർക്കുക, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷനാണ്. ഈവിൾ ക്വാർട്ടറ്റുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഉറപ്പാണ്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈവിൾ ക്വാർട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, മറന്നിട്ട് പോകരുത്. ഏറ്റവും വലിയ ഈവിൾ ക്വാർട്ടറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ ഏതാണെന്ന് ചോദിച്ചാൽ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷനാണ്. അതേപോലെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു എക്സാമ്പിൾ ചോദ്യം അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ അകത്ത് ഒരുപാട് സയന്റിസ്റ്റുകളുണ്ട്, അവരുമായി ബന്ധപ്പെട്ടിട്ടും ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള വല്ല ചോദ്യങ്ങൾ നിങ്ങളെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇനി അടുത്ത ക്വസ്റ്റ്യന് അഡീഷൻ ഓഫ് മീഥൈൽ ഗ്വാനോസിൻ ടു 5' എൻഡ് ഓഫ് HNRNA ഈസ് എന്നാണ്. HNRNAയുടെ 5' എൻഡിലേക്ക് മീഥൈൽ ഗ്വാനോസിനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണ് വിളിക്കുക എന്നാണ് ചോദ്യം. അതിന്റെ പേരാണ് എന്ത്? ക്യാപ്പിംഗ്. ഇതേ സംഭവം 3' എൻഡിലേക്ക് 200 to 300 അഡിനൈലേറ്റ് മോളിക്യൂൾസിനെ ആണ് ആഡ് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ്? ടെയിലിംഗ് ആണ് കേട്ടോ. അതേപോലെ റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് ഓഫ് എക്സോൺസ് ഇൻ പ്രോസസ്സിംഗ് ഓഫ് HNRNA എന്താന്ന് ചോദിച്ചാൽ അതിന്റെ പേരാണ് എന്ത്? സ്പ്ലൈസിങ്. ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഒറ്റയടി നമ്മൾ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ 1 മാർക്ക് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, 2 മാർക്കിന്റെ ഒക്കെ ചോദ്യങ്ങൾ കയറിയിട്ട് പോകുന്നുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവ്ഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് ഡ്യൂ ടു എന്നാണ്. അതിന്റെ കാരണം എന്താണ്? ഡാർക്ക് മോത്ത് ഇൻഡസ്ട്രിയലൈസേഷൻ കൂടിയപ്പോൾ ഡാർക്ക് മോത്തുകൾ സർവൈവ് ചെയ്യാനുള്ള കാരണം എന്താണ്? നാച്ചുറൽ സെലക്ഷൻ ആണ്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എ ക്രോസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ അൺനോൺ ജീനോടൈപ്പ്. ടെസ്റ്റ് ക്രോസ് ആണ്, ഇത് മറന്നിട്ട് പരീക്ഷ എഴുതാൻ പോരുത്. പ്രിൻസിപ്പിൾസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചോദ്യം ടെസ്റ്റ് ക്രോസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ടെസ്റ്റ് ക്രോസ് ആരുമായിട്ടുള്ള ക്രോസ് ആണ്? അൺനോൺ ജീനോടൈപ്പിനെയോ F1നെയോ റിസീവ് പാരന്റായിട്ട് ചെയ്യുന്ന ക്രോസിന്റെ പേരാണ് എന്ത്? ടെസ്റ്റ് ക്രോസ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഐഡന്റിഫൈ അൺനോൺ ജീനോടൈപ്പ് ഓഫ് ആൻ ഓർഗാനിസം. ഇത് നിരന്തരമായിട്ട് ആവർത്തിക്കുന്നുണ്ട്. 1 മാർക്കിന്റെ ചോദ്യമായിട്ടും 2 മാർക്കിന്റെ ചോദ്യമായിട്ടും ഒക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അതേപോലെ മറ്റൊരു ചോദ്യമാണ് മോണോഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ, F2 റേഷ്യോ ഏതാണ് എന്ന് ചോദിക്കാം. മോണോഹൈബ്രിഡിന്റെ F2ലെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 3:1 ആണ്. അതേപോലെ മറ്റൊരു ചോദ്യം ചോദിക്കാവുന്നത് ഡൈഹൈബ്രിഡ് ക്രോസിലെ F2ലെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? 9:2, 3:2, 3:1 ആണ്. ഓർക്കുക, മോണോഹൈബ്രിഡിൽ 3:1ഉം ഡൈഹൈബ്രിഡിൽ 9:2, 3:2, 3:1 ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.